ശാന്തപ്പൻ ചേട്ടാ, നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുമോളും ഞാനും തമ്മിലും ഒരു 100 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ബാലമാഷ തകരുന്ന കാര്യത്തില് നമ്മൾ ഒറ്റക്കെട്ടാ. ലത ആയിരപ്പറയിൽ ഉണ്ടായിരുന്ന കാലത്തും എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല. അന്നേ അവളെ കുത്തി കീറണോന്ന് വിചാരിച്ചതാ. ഞാൻ ആഗ്രഹിച്ച കാര്യം ശാന്തപ്പൻ പിന്നീട് അങ്ങ് നടത്തിയല്ലോ. അവളുടെ മകള് ചാരു എന്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്താനായിട്ട് ആയിരപ്പറയിലെ മരുമകളായിട്ട് വന്നാ ഞാനത് എങ്ങനെ സഹിക്കുമെന്നാ. അവൾ എന്റെ മരുമകളായിട്ട് ഒരിക്കലും വരരുത്. വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശാന്തപ്പന് ബാബുക്കുട്ടന്റെ പെണ്ണായിട്ട് ചാരു വരണമെന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ 2 കൂട്ടരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിന് സമ്മതിച്ചത് ഈ കാരണങ്ങൾ കൊണ്ടാ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയും കുത്തുവാക്ക് പറഞ്ഞും നേർക്ക് നേരി നിന്ന ശാന്തപ്പന് പഴയ ഹേമ ഒരിക്കൽ കൂടെ കാണേണ്ടി വരും. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കേയില്ല. താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ സഹിക്കുന്നു മാത്രം. അമ്മായി ചാരുവിനെ മരുമോളായി കൈവെള്ളയെ കൊണ്ട് നടക്കുന്നായിരുന്നു അപ്പച്ചിയും ചിറ്റപ്പനും വിചാരിച്ച്. അമ്മായി ഇങ്ങനെ ഒരു പക്ക പ്ലാനുമായിട്ടാ വരുന്നത് അപ്പച്ചിയും ചിറ്റപ്പനും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ആരുടെ ഭാഗത്തുനിന്നും ഒരു തർക്കം ഉണ്ടാകത്തില്ല. അത് ഞാൻ നോക്കിക്കോളാം. അരവിന്ദേട്ടാ, എനിക്ക് അരവിന്ദേട്ടനോട് നന്ദിയൊക്കെയുണ്ട്. ഒരു സമയത്ത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, കടപ്പെട്ടിരിക്കും. ചാരുവിന് വിട്ടുതരാനായിട്ടുള്ള വലിയ മനസ്സ് കാണിച്ചില്ല. അതും ക്ഷണക്കത്തും അടിച്ച് നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി ഹൽദിയും റിസപ്ഷനും ഒക്കെ നടത്തിയിട്ട് മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് ചാരുവിനെ പൂർണ്ണ മനസ്സോടെ എനിക്ക് വിട്ടുതരാൻ കാണിച്ച ഈ തീരുമാനത്തിനുണ്ടല്ലോ, അതിന് താങ്ക് യു ബ്രദർ. ആര് പറഞ്ഞു ഇതൊക്കെ? നിന്നോട് ആരാ പറഞ്ഞേ നിനക്ക് വേണ്ടി ഞാൻ വിട്ടു തന്നെയാന്ന്? ഞാൻ ചാരുനം കിട്ടിയ ആയിരപ്പറയിലേക്ക് വലതുകാലം വെച്ച് കേറി വരുന്നത് സ്വപ്നം കണ്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ടല്ലോ, എന്റെ അച്ഛനെന്നും പറഞ്ഞ് നടക്കുന്ന ആള്. നാളെ കരക്കാരൻ മുന്നില് അയാള് വാക്ക് പാലിക്കാൻ പറ്റാതെ തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതും എല്ലാവരുടെ മുമ്പില് ഈ സീനൊക്കെ ക്രിയേറ്റ് ചെയ്തതും. പിന്നെ ഈ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ ചാരു കാരണം എന്റെ കടങ്ങളെല്ലാം തീർന്നു. ഒരു പണിയെടുക്കാതെ ചിരിച്ചു കാണിച്ചപ്പോഴേക്കും ലക്ഷങ്ങളാണ് എന്റെ പോക്കറ്റ് വന്നത്. അമ്മയും ഞാനും അത്രയും മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോ കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ എല്ലാവർക്കും. നമുക്ക് 3 കൂട്ടർക്കും ഒരേ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവാം. അതിനെന്ത് വേണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കാർക്കും ഇതുകൊണ്ട് ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉണ്ടാവരുത്. കല്യാണത്തിന് ഇനി കുറച്ച് മണിക്കൂറേ ഉള്ളൂ. അവിടേക്ക് അരവിന്ദനെത്തരുത്. അല്ല, എത്തില്ല. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അരവിന്ദൻ ഞാൻ പറയുന്ന പോലെ നിന്ന് തന്നാ മാത്രം മതി. അതിനൊരു കുഴപ്പമുണ്ട്. ഞാൻ എഴുതിയ കത്ത് ഞങ്ങളുടെ ഇത് നഷ്ടപ്പെട്ടു പോയി. അതെ, ഞങ്ങൾ എല്ലായിടത്തും നോക്കി, അത് കിട്ടിയിട്ടില്ലെന്നേ. ഇതല്ലേ കത്ത്? ഒന്ന് തന്നെ നോക്കട്ടെ. കാണിക്കാം, പക്ഷെ കൈ തരത്തില്ല. ഉത്തരവാദിത്തത്തോടെ സൂക്ഷിക്കാനുള്ള കത്തുകൊണ്ട് കളഞ്ഞിട്ട് വേറെ ആരും നിങ്ങളെ സഹായിച്ചില്ലല്ലോ. ഇത് മറ്റൊരാളിലേക്ക് കിട്ടിയിരുന്നെങ്കിലോ എല്ലാ പ്ലാനും പൊളിഞ്ഞാൻ. ഈ കത്ത് എന്റെ ഭദ്രമായിട്ടിരിക്കും. സമയത്ത് നിങ്ങളെങ്ങനെ കാലു മാറിയാലും നിങ്ങളെ ബലം പിടിച്ചാണല്ലോ കൊന്നിട്ടാണല്ലോ ഞാൻ കൊണ്ടുപോകും. എനിക്ക് ഈ കത്ത് മാത്രം മതി രക്ഷപ്പെടാൻ.